നമസ്കാരം. പ്രധാന വാർത്തകൾ. ചേലക്കരയിൽ റെക്കോർഡ് പോളിംഗ്. വയനാട്ടിൽ പോളിംഗ് കുത്തനെ ഇടിഞ്ഞു. വയനാട്ടിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞപ്പോൾ ചേലക്കരയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചേലക്കരയിലെ ബൂത്തുകളിൽ പലയിടത്തും പോളിംഗ് സമയം കഴിഞ്ഞ ശേഷവും വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ടായി. വൈകിട്ട് 6:40 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കനുസരിച്ച് വയനാട്ടിൽ 64.53% പോളിംഗ്. ചേലക്കരയിൽ വൈകിട്ട് 6:40 വരെയുള്ള കണക്ക് പ്രകാരം 72.42% പോളിംഗ്. നാളെ KSU പഠിപ്പ് മുടക്ക്. 4 വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി KSU. ഇതിന്റെ ഭാഗമായി നാളെ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ KSU പഠിപ്പ് മുടക്ക് നടത്തും. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ഇടപെടലിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ മാസം 23 നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റി പരീക്ഷകൾ തടയാനാണ് KSU തീരുമാനം. 4 വർഷ ബിരുദ കോഴ്സുകൾ നിലവിൽ വരുമ്പോൾ ഫീസ് വർധന ഉണ്ടാവില്ലെന്ന സർക്കാർ വാദം നിലനിൽക്കെയാണ് സർവകലാശാലകളുടെ ഇരട്ടടി ഉണ്ടായിരിക്കുന്നത്. 3ഉം 4ഉം ഇരട്ടിയായാണ് ഫീസ് വർധന ഉണ്ടായിരിക്കുന്നതെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ട്രെയിൻ തട്ടി അപകടം. യുവതിയുടെ കാലുകൾ അറ്റുപോയി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി യുവതിയുടെ കാലുകൾ അറ്റുപോയി. ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിയാണ് അപകടം സംഭവിച്ചത്. വേളി കോർബ എക്സ്പ്രസ് ആണ് തട്ടിയത്. ഗുരുതര പരിക്കുകളുമായി യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസുകാർക്കെതിരായ വീട്ടമ്മയുടെ പീഡന പരാതി. കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസുകാർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. CI വിനോദിന്റെ ഹർജിയിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. SP സുജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. മലപ്പുറം മുൻ SP സുജിത് ദാസ്, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ പീഡിപ്പിച്ചെന്നും തിരൂർ മുൻ DYSP VV ബെന്നി എന്നിവർക്കെതിരെയായിരുന്നു യുവതിയുടെ പരാതി. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയ തന്നെ പീഡിപ്പിച്ചതായിരുന്നു പരാതി. ക്വാറിയിലെ വെള്ളക്കെട്ടിൽ ദമ്പതികൾ ചാടി. യുവാവിന് ദാരുണാന്ത്യം. മാനന്തവാടി ദ്വാരകയിൽ കുറ്റ്യാട്ടുകുന്നിൽ ഉപയോഗശൂന്യമായ ക്വാറിയുടെ വെള്ളക്കെട്ടിൽ യുവാവ് മുങ്ങി മരിച്ചു. കുറ്റ്യാട്ടുകുന്ന് ചെല്ലാട്ടുകുന്ന് പരേതനായ ഉത്തമന്റെയും മാധവിയുടെയും മകൻ രാജേഷാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. രാജേഷിന്റെ ഭാര്യ സന്ധ്യയും വെള്ളക്കെട്ടിൽ അകപ്പെട്ടെങ്കിലും നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇരുവരും വെള്ളക്കെട്ടിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് വിവരം. തുടർന്ന് മാനന്തവാടി അഗ്നിരക്ഷാ സേനയെത്തി നടത്തിയ തിരച്ചിലാണ് രാജേഷിനെ പുറത്തെടുത്തത്. കൊല്ലൂരിൽ ഇൻഡസ്ട്രി നടത്തി വരികയായിരുന്നു രാജേഷ്. ആദി എന്ന മകളും 6 മാസം പ്രായമുള്ള കുട്ടിയുമാണ് രാജേഷിനുള്ളത്. ഗുരുവായൂരിൽ നിന്ന് കൊടൈക്കനാൽ കാണാനെത്തി 82 സ്കൂൾ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ കൊടൈക്കനാൽ വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 82 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിട്ടയച്ചു. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായിട്ടാണ് സംശയിക്കുന്നത്. ഗുരുവായൂരിലെ ഒരു സ്കൂളിൽ നിന്നെത്തിയ കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. കൊടൈക്കനാലിലുള്ള മഹാരാജ എന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവരെയാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ഭക്ഷ്യവിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കാൻ രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. സരിന് വേണ്ടി EP നാളെ പാലക്കാട്ടേക്ക്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി P സരിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ EP ജയരാജനെത്തും. നവംബർ 14 EP ജയരാജന്റെ പാലക്കാട്ടെ പൊതുയോഗം. പാലക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് EP ജയരാജൻ സംസാരിക്കുക. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ് EP പാലക്കാട് എത്തുന്നത്. ഇന്ന് പുറത്തുവന്ന EP-യുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇടതുമുന്നണിയുടെ പാലക്കാട് സ്ഥാനാർത്ഥി P സരിന്റെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയായി മാറിയിരുന്നു. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വെയ്യാവേലിയാണെന്നായിരുന്നു സരിനുമായി ബന്ധപ്പെട്ട് ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന നിലപാട്. ഗർഭിണിയായ ഭാര്യയെ ചിരവ് കൊണ്ട് കുത്തിയ കേസ്. പ്രതി പിടിയിൽ. ഗർഭിണിയായ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി.
കഴിഞ്ഞ ദിവസം നാദാപുരം കല്ലാച്ചിയിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. ചിയ്യൂർ താനമടത്തിൽ ഫൈസലാണ് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ അറസ്റ്റിലായത്. തിങ്കളാഴ്ചയായിരുന്നു കേസിനാസ്പദമായ ക്രൂരകൃത്യം നടന്നത്. ഭാര്യയും 2 മാസം ഗർഭിണിയുമായ നരിപ്പറ്റ കിണറുള്ള പറമ്പത്ത് ഷംനയെ പ്രതി വീട്ടിൽ വെച്ച ചിരവ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇടത് വയറിലും കൈക്കും പരിക്കേറ്റ ഷംന ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഷംന അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. കൊല്ലത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും നാടൻ തോക്ക് കണ്ടെത്തി. കൊല്ലം അരിപ്പയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും നാടൻ തോക്ക് കണ്ടെത്തി. ജലാലുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് തോക്ക് ലഭിച്ചത്. വന്യമൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ച ശേഷം ഒളിപ്പിച്ചതാകാമെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അരിപ്പ നാട്ടുകല്ലിൽ ഓയിൽ പാമ്പിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് നാടൻ തോക്ക് കണ്ടെത്തിയത്. ഏറെ നാളായി അടച്ചിട്ടിരിക്കുന്ന വീട്ടിലായിരുന്നു സംഭവം. വീട്ടുടമയായ ജലാലുദ്ദീൻ പറമ്പിൽ തേങ്ങയിടാനായി ജോലിക്കാരനുമായി എത്തിയതായിരുന്നു. വീട്ടിനുള്ളിൽ വിശ്രമിക്കുകയാണ് കട്ടിലിലെ മെത്തക്കടിയിൽ ഒളിപ്പിച്ച തോക്ക് കാണുന്നത്. അഞ്ചൽ വനം റേഞ്ച് പരിധിയിലാണ് വീടും പറമ്പുമുള്ളത്. ഉടൻ തന്റെ വീട്ടുടമ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. മാവേലിക്കര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലറുടെ അഴിഞ്ഞാട്ടവും തെറിവിളിയും. ജനാധിപത്യ കേരള കോൺഗ്രസ് കൗൺസിലർ ബിനു വർഗീസാണ് ഇന്ന് നടന്ന മാവേലിക്കര നഗരസഭാ ജനറൽ കൗൺസിൽ യോഗത്തിനിടെ ചെയർമാൻ KV ശ്രീകുമാറിന് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയും ഡയസിലിരുന്ന കുടിവെള്ളമടക്കമെടുത്ത് നിലത്തടിക്കുകയും ചെയ്തത്. വൈസ് ചെയർപേഴ്സൺ T കൃഷ്ണകുമാരി ആക്രമണം ഭയന്ന് ഓടിമാറി. കോൺഗ്രസ് കൗൺസിലർമാർ എത്തി ഇയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. 10ാം വാർഡിലെ അമൃതം പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് കോട്ടത്തോടിലെ പീച്ചിംഗ് നവീകരിക്കാനുള്ള കോർ കമ്മിറ്റിയുടെ തീരുമാനം കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ബിനു വർഗീസ് പ്രതിഷേധിച്ചുകൊണ്ട് ചെയർമാന് നേരെ പാഞ്ഞെടുത്തത്. സംഘർഷാവസ്ഥയെ തുടർന്ന് ചെയർമാൻ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു.